റിപ്പോർട്ട് ബ്രേക്കിംഗ്. കോഴിക്കോട് നഗരത്തിലെ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് വൻ ലഹരി ഇടപാടുകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ലഹരി ഇടപാടുകൾ നടക്കുന്നത്. കാപ്പ കേസ് പ്രതി ഉൾപ്പെട്ട സംഘമാണ് ഇടപാടിന് നേതൃത്വവും നൽകുന്നത്. നടക്കാവ്, എരഞ്ഞിപ്പാലം, വേങ്ങേരി എന്നിവിടങ്ങളിലായി 3 അപ്പാർട്ട്മെന്റുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെന്റുകളിൽ സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥിനികൾ എത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതിൽ പഠിക്കുന്ന കുട്ടികളാണ് പെട്ടുപോകുന്നത്. കൂടുതൽ പേരും അവിടേക്ക് എത്തുന്നുണ്ടോ? ഇത് നടത്തുന്നവരിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? റോഷ്നി, സമീപകാലത്ത് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഇത്തരത്തിൽ നിരവധി അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നടക്കാവ്, അതുപോലെ തന്നെ എരഞ്ഞിപ്പാലം, വേങ്ങേരി ഈ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഒപ്പം തന്നെ ഉപയോഗവും നടക്കുന്നത്. പക്ഷേ ഇത് ഈ 3 ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ അതായത് ജില്ലയുടെ പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ പൈസക്ക് ഈ അപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ ഫ്ളാറ്റുകളും ഒക്കെ തന്നെ ലഭിക്കും. അത്തരത്തിൽ ലഭിക്കുന്ന ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ട് ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 2-3 മാസക്കാലത്തെ ഈ അറസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപ്പാർട്ട്മെന്റുകളിൽ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ വലവീശി പിടിക്കുന്നത്. പിന്നീട് ഈ ലഹരി കൊടുക്കുകയും ലഹരിക്ക് അടിമയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലഹരിയുടെ മറവിൽ മറ്റ് പല തരത്തിലുള്ള ഇടപാടുകളും ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. പ്രത്യേകിച്ച് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ പോയി പെടുകയും ഒപ്പം തന്നെ അവർ ഈ ലഹരിക്ക് അടിമയാകുകയും ചെയ്യുന്നത് എന്നുള്ളതും ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ, അതായത് ഈ റൂം കൊടുക്കുന്ന അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് എടുക്കുന്ന സമയത്തൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഈ എടുക്കുന്ന ആളുടെ വിശദാംശങ്ങളൊക്കെ നൽകേണ്ടതുണ്ട്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ ഈ വിശദാംശങ്ങളൊക്കെ നൽകുമെങ്കിലും പക്ഷെ പിന്നീട് അവിടെ വന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗോ ഒന്നും തന്നെ ആരുടെയും നേതൃത്വത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം.